ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നുണ്ടല്ലോ നല്ലൊരു ചക്ക പായസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. നല്ല ടേസ്റ്റും നല്ല ഫ്ലേവർഫുൾ ആയിട്ടുള്ളൊരു ചക്ക പായസമാണേ. അപ്പോൾ ഇത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ ചക്കയൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട്, അന്ന് ക്ലീൻ ചെയ്ത ദിവസം എനിക്കിത് തയ്യാറാക്കാനായിട്ട് പറ്റാത്തതുകൊണ്ട് ഞാൻ അടുത്ത് ഫ്രീസറിൽ വെക്കായിരുന്നേ. അപ്പോൾ ഞാനത് പിന്നീട് ഒരു ദിവസം എടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് ഫൈനായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ സാധാരണ ഈ തേൻ വരിക്കയൊക്കെ അല്ലേ നല്ല കളറും മധുരമൊക്കെ ഉള്ള ആ ചക്ക എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ആ ഒരു സ്മെല്ലും രുചിയൊക്കെ ഒന്നും കൂടെ നല്ലതായിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, മധുരം കുറവുള്ള ചക്ക എടുത്താലും മതി. നമ്മൾ എന്തായാലും ഇതിൻ്റെ അകത്ത് ശർക്കര പാനിയോ കരിപ്പെട്ടിയൊക്കെ ചേർക്കാനുള്ളതാണ്. അപ്പോഴുണ്ടല്ലോ ഞാൻ ഇങ്ങനെ ചക്ക വരട്ടി തയ്യാറാക്കിയിട്ടുണ്ടോ പിന്നെ പായസം തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ കുറച്ച് ടൈം എടുത്തിട്ടാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നതിനെ. അപ്പം ഉണ്ടച്ചക്ക എന്നൊക്കെ പറയില്ല, ആ ഒരു ചക്കയാണ് ഇത്. അധികം കളറുമില്ല, ചെറിയ മധുരമൊക്കെ കാണുള്ളൂ, ചെറിയൊരു പുളിയും കാണും കേട്ടോ ഈ ഒരു ചക്കയ്ക്ക്. അപ്പോൾ അങ്ങനെയുള്ള ചക്കയാണ്. രണ്ടെണ്ണമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. രണ്ടെണ്ണം ഫുള്ളായിട്ട് അതിൻ്റെ കുരുവും പിന്നെ അതിൻ്റെ ഒരു ബാക്കിയുള്ള വേസ്റ്റൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കളഞ്ഞിട്ട് എടുത്ത് വെച്ചതാണ്. അതിനൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തു. പിന്നെ നല്ല അടികെട്ടുള്ള ഉരുളി വെച്ചിട്ട് അതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഈ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു പൾപ്പ് ഫുള്ളായിട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വരട്ടി ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ചക്കയുടെ ഒരു സ്മെല്ലുണ്ടല്ലോ, ആ ഒരു മണമൊക്കെ ഒന്ന് പോയി നല്ലൊരു സ്മെല്ല് വന്ന് തുടങ്ങുന്നവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ചക്കയൊക്കെ ഒന്ന് ഏകദേശം ഒന്ന് കുക്കായി വന്നു എന്ന് തോന്നുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് ശർക്കര പാനിയോ അല്ലെങ്കിൽ കരിപ്പെട്ടി ഉരുക്കി വെച്ചിട്ടുള്ളതോ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ ഒരു ചക്കയുടെയൊക്കെ മധുരത്തിനനുസരിച്ചിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കണേ. ഇതധികം മധുരമില്ല, എന്നാൽ ചെറിയൊരു പുളിയും കൂടെ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് കൂടുതൽ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേ ആ ഒരു മധുരമൊക്കെ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ആ ഒരു ശർക്കരയും കരിപ്പട്ടിയും കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ വെച്ചതാണ് കേട്ടോ. അതിന് ഇതിലേക്ക് കുറച്ച് ചേർത്ത് നന്നായിട്ടൊന്ന് വരട്ടിയെടുത്തിട്ടുണ്ടേ. പിന്നെ നമുക്കിതിലേക്ക് ചുക്ക്, ജീരകം, ഏലക്ക ഈ ഒരു 3 ഐറ്റംസും ചേർക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ ചുക്കില്ലാത്തതുകൊണ്ട് ഞാൻ 1 ടീസ്പൂൺ ജീരകം, ഒരു 5-6 ഏലക്ക കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ടേ. ആ ഒരു കൂട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നമ്മളിതുപോലെ ഒന്ന് വറ്റിച്ചൊന്ന് വരട്ടി എടുത്തിട്ടുണ്ടല്ലോ ഫ്രീസറിലോ അല്ലെങ്കിൽ ഫ്രീസറിലോ ഇങ്ങനെ ഫ്രിഡ്ജിൽ തന്നെ നമുക്ക് കുറേ കാലം കേടുകൂടാതെ സൂക്ഷിക്കാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ നമുക്കിതെടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ചക്ക ഉണ്ണിയപ്പമോ അല്ലെങ്കിൽ ചക്ക വെച്ചിട്ട് ഇലയപ്പമൊക്കെ തയ്യാറാക്കി എടുക്കുമല്ലോ, അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ ഈ ഒരു ഐറ്റം വെച്ചിട്ട്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് കുറച്ചൊന്ന് മാറ്റുന്നുണ്ട്. അത്രയും പായസം വെച്ച് എന്തായാലും അവിടെ ചിലവാവില്ല, അതുകൊണ്ട് തന്നെ ഇതിനെ കുറേ അങ്ങ് മാറ്റുന്നുണ്ട് കേട്ടോ. ചക്ക വരട്ടിയായിട്ട് നമുക്ക്, പക്ഷേ ഈ സംഭവം ഞാൻ വിചാരിച്ച് പിന്നെ അടുത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു കേട്ടോ സംഭവം. പക്ഷേ ഇത് 2 ദിവസത്തിനകം തന്നെ ഇത് കാലിയായി പോയിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ, നല്ല ടെക്സ്ചറും നല്ല ടേസ്റ്റൊക്കെ ആയിരുന്നു. അപ്പം ഒരു ഏകദേശം ഒരു ഹൽവ ഒരു ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇതിന്. അതിനെ പകുതി മാറ്റിയിട്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് ചവ്വരി ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു അരമണിക്കൂറൊന്ന് കുതിർത്തെടുത്തിട്ട് പിന്നെ വെള്ളം ഒഴിച്ചൊന്ന് വേവിച്ചെടുത്തിട്ടുള്ള ചവ്വരിയാണ് കേട്ടോ. നന്നായിട്ട് വേവണം കേട്ടോ ചവ്വരി, എന്നിട്ടുണ്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു ചവ്വരിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇളക്കി നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ അതനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതിയാകും കേട്ടോ. ഇതിലിനിയിപ്പോൾ അങ്ങനെ 2-ാം പാല്, 1-ാം പാല്, 3-ാം പാല് അങ്ങനെയൊന്നും ചേർക്കുന്നില്ല. ഒറ്റ ഒരു പാല് കേട്ടോ. അതായത് ഒരുപാടങ്ങ് കട്ടിയല്ല, എന്നാൽ തീരെ കട്ടി കുറഞ്ഞിട്ട്. അപ്പോൾ ഒരു ഏകദേശം ഒരു 1-ാം പാല് പോലെയൊക്കെ തന്നെയാണ്, എങ്കിലും കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒരു എടുത്താണ് കേട്ടോ. അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള പാല് തന്നെയാണ്. അപ്പോൾ അതിന് ഒരു തേങ്ങ ഫുള്ളായിട്ട് ചിരകി എടുത്തിട്ട് 1-2 തേങ്ങ എടുക്കാം, നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് എടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചിട്ട് പിഴിഞ്ഞെടുത്തിട്ടുള്ള ഒരു തേങ്ങാപ്പാലാണേ. അപ്പോൾ ഒരു തേങ്ങാപ്പാൽ ചേർത്ത് തിളപ്പിക്കാനായിട്ട് നിൽക്കേണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. പിന്നെ നമുക്കതിലേക്ക് കുറച്ച് നെയ്യിൽ കാഷ്യൂസും റൈസൻസും വേണമെങ്കിൽ കുറച്ച് തേങ്ങാ കൊത്തൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വറുത്തങ്ങിട്ട് കൊടുക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു പായസം കുടിക്കാനായിട്ട്. അപ്പം ചക്കപ്പായസം തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്തവരും ഇനി തയ്യാറാക്കി നോക്കണമെന്ന് ആഗ്രഹമൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ചക്ക ഉണ്ടെങ്കിൽ തയ്യാറാക്കി നോക്കൂ, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നല്ലൊരു റെസിപ്പി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ റെസിപ്പിക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്കും ഷെയറും കമൻറ്റ് ചെയ്ത് നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും